അപ്പം ഇവിടെ മന്ത്രി വാസവൻ പറഞ്ഞ കള്ളങ്ങളെ ഏറ്റുപിടിച്ചുകൊണ്ട് അരുൺകുമാർ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് മാത്രമാണ് അരുൺകുമാർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നോക്കിക്കാണുന്നത്. നിന്റെ വേഷം കെട്ടലൊന്നും എന്റെ അടുത്ത് വേണ്ട, ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ല. ഇല്ല, ഏതോ തന്തയില്ലാത്തവനാണെന്ന് അറിയാം. അദ്ദേഹം ഇവിടെ പറഞ്ഞത് എന്തിനൊക്കെ ഇപ്പം സതീഷിനെ എന്തൊക്കെ പരിപാടിക്ക് ക്ഷണിച്ചു, എന്തിനൊക്കെ ക്ഷണിച്ചില്ല, അതിന്റെ ഒരു ലിസ്റ്റാണ് അദ്ദേഹം അവിടെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. കളിയാക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി. അത്രയും വിവരമൊക്കെ നിനക്ക് വച്ചു അല്ലേ? പക്ഷെ ഈ ഒരു വിഷയത്തെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് ചർച്ച മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെ ഇതിന്റെ പ്രോട്ടോകോൾ പ്രകാരം ഇവന്റ് ഓർഗനൈസർ ആയിട്ടുള്ള സംസ്ഥാന സർക്കാരാണ് ഡിഗ്നിറ്ററീസിന്റെ ഒരു പ്രൊവിഷണൽ ലിസ്റ്റ് PMOക്ക് അയക്കുക. ഇവിടെ മുതലാളി ഒരു തീർപ്പ് കൽപ്പിക്കും, അതൊക്കെ നിങ്ങൾ അനുസരിച്ചാൽ മതി. അതിൽ ഈ പറഞ്ഞ പോലെ CM, റെലവെന്റ് ആയിട്ടുള്ള മിനിസ്റ്റേഴ്സ്, ലോക്കൽ MP, MLA, പ്രതിപക്ഷ നേതാവ്, ഇങ്ങനെയുള്ള ആളുകളുടെ പേരാണ് അതിൽ പോവുക. PMO ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലിസ്റ്റ് വെരിഫൈ ചെയ്യുക മാത്രമാണ്. അത് ശരി. അപ്പൊ ഞാൻ എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി. ഡയസിൽ ആരിക്കണം, ഡയസിൽ ആര് പ്രസംഗിക്കണം, ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത് ഇവന്റ് ഓർഗനൈസർ ആയിട്ടുള്ള സർക്കാരാണ്. അപ്പൊ അതിന് അപ്രൂവൽ നൽകുക എന്ന കാര്യം മാത്രമാണ് PMO അവിടെ ചെയ്യുന്നത്. മാത്രമല്ല ഇൻവിറ്റേഷൻ ലെറ്റർ ഇന്ന് പ്രതിപക്ഷ നേതാവിന് അയച്ചപ്പോൾ അതിൽ ബാക്ക് ഡേറ്റഡ് ആയിട്ടാണ് അയച്ചത്. നീ നല്ല ചുട്ട മറുപടി കൊടുത്തോടാ. ചുട്ടു കൊടുക്കും ഞാൻ. അപ്പൊ അതിനർത്ഥം PMO എന്നുള്ള അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞിട്ടും ഈ ഒരു ലെറ്റർ ഡിലേ ആയി ഇവിടെ നിൽക്കുകയായിരുന്നു. അപ്പൊ എന്തുകൊണ്ട് ഡിലേ ചെയ്തു എന്നതിന്റെ ഉത്തരവാദിത്വം കേരള സർക്കാരിനാണ്. അതിനുള്ള മറുപടി പറയേണ്ടത് CPMന്റെ പ്രതിനിധിയാണ്. ഇവിടെ നിന്ന് കൃത്യമായ റിപ്പോർട്ട് കൊടുക്കുന്നു, അതിൽ സുരക്ഷാ കാര്യങ്ങളുടെ മാത്രം പരിശോധന നടത്തി അത് തന്നെ താത്വികമായി അംഗീകരിച്ച് ഇങ്ങോട്ടേക്ക് അയക്കുന്നു എന്നതൊന്നും നമ്മുടെ അനുഭവമല്ല. മുഖ്യമന്ത്രി ഒഴിവാക്കി നിർത്തി ഇവിടെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. മിഥുൻ, എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. ബക്കറ്റും രസീതും വാർഷിക പിരിവൊക്കെ ആയിട്ട് ജനങ്ങളുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടി വാങ്ങുമ്പോൾ മിനിമം ഒരു കമ്മിറ്റ്മെന്റ് എങ്കിലും വേണം ജനങ്ങളോട് രാഷ്ട്രീയക്കാരന്. ഈ ഒരു വിഷയത്തിലെ CPMന്റെ വിശദീകരണം എന്താണ്? അവർ പറയുന്നത് ഇതിലെ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ സർക്കാരിന്റെ വാർഷിക പരിപാടിയാണ് എന്നൊരു കള്ളം പറയേണ്ട ആവശ്യം തരുന്നവർക്ക്. കൊട്ടേഷൻ സംഘം എന്ന് തന്നെ പറയാം. ഞാൻ അവരുടെ നേതാവാ. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. സർക്കാരിന്റെ വാർഷിക പരിപാടി, കേരള സർക്കാരിന്റെ വാർഷിക പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി വരൂ. അപ്പൊ അങ്ങനെ ഒരു കള്ളം പറയേണ്ട ആവശ്യം അവർക്ക് എന്തുകൊണ്ട് വന്നു? അവിടെയാണ് നമ്മൾ ഇന്റൻഷൻ ചോദ്യം ചെയ്യപ്പെടുന്നത്, ഇവരുടെ ഇന്റൻഷൻ ചോദ്യം ചെയ്യുന്നത്. എന്തായാലും വരാനുള്ളത് വഴി തങ്ങുന്നില്ലല്ലോ.